കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ്. കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം. കട്ടപ്പന നഗരസഭയുടെ പുളിയൻമലയിലെ അറവശാലയ്ക്ക് മാറ്റങ്ങൾ വരുത്തുന്നു. കട്ടപ്പന നഗരസഭയുടെ പുളിയൻമലയിലെ അറവുശാലയ്ക്ക് അടിമുടി മാറ്റം വരുത്തുന്നു. യന്ത്രോപകരണങ്ങളും കെട്ടിടവും അടക്കം നവീകരിച്ച് അറവുശാല ഏറ്റവും ആധുനികവൽക്കരിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇതിനു മുന്നോടിയായി മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ സാങ്കേതിക വിഭാഗം ഉദ്യോഗസ്ഥർ സ്ലോട്ടർ ഹൌസ് സന്ദർശിച്ചു. 10 വർഷങ്ങൾക്ക് മുമ്പ് 2014 നവംബർ 25 കട്ടപ്പന നഗരസഭ പുളിയൻമലയിൽ പണി കഴിപ്പിച്ചിരുന്ന ആധുനിക അറവുശാല ഉദ്ഘാടനം ചെയ്യുന്നത്. ഡൽഹി കേന്ദ്രമായ ഏജൻസിക്കായിരുന്നു നിർമ്മാണ ചുമതല. പിന്നീട് ഇങ്ങോട്ട് വർഷാവർഷമുള്ള അറ്റകുറ്റപ്പണികൾ പലപ്പോഴും ഏജൻസിയിൽ നിന്നും ചെയ്യാൻ കഴിയാതെ വന്നതോടെ അറവുശാലയുടെ ശോചനീയാവസ്ഥ ആരംഭിക്കുന്നത്. മൃഗഡോക്ടർ സർട്ടിഫൈ ചെയ്ത മാടുകളെ അറവുശാലയിലെത്തിച്ച് യന്ത്രവൽകൃത സംവിധാനങ്ങളിലൂടെ ഏറ്റവും ശുചിയായി മാംസഭാഗങ്ങളാക്കി വിപണനത്തിന് നൽകുകയാണ് അറവുശാലയുടെ ലക്ഷ്യമെങ്കിലും ഉപകരണങ്ങൾ പലതിനും കേടുപാടുകൾ സംഭവിച്ചതിനാൽ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. ഈ സാഹചര്യത്തിലാണ് ഭക്ഷ്യ ഉൽപാദന കേന്ദ്രം എന്ന നിലയിൽ അറവുശാലയ്ക്ക് വൃത്തിയും ശുചിത്വവുമുള്ള ആധുനിക സൗകര്യങ്ങൾ ഒരുക്കാൻ നഗരസഭ തീരുമാനിച്ചത്. നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ സ്ലോട്ടർ ഹൗസ് ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ സ്ലോട്ടർ ഹൗസാണ്. നമുക്കതൊരു ഡൽഹി ബേസ്ഡ് കമ്പനിയാണ് അന്ന് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നുള്ളത് കൊണ്ട് നമുക്ക് അവരുടെ ഒരു സഹായത്തോടു കൂടി കാലാകാലങ്ങളിൽ അതിൻ്റെ റിനോവേഷൻ നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്തതിൻ്റെ ഒരു അപാകത അതിനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അത് പൂർണ്ണമായും ഒന്ന് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം മുനിസിപ്പൽ കൗൺസിൽ കഴിഞ്ഞ ദിവസം എടുക്കുകയുണ്ടായി. അത് നമുക്ക് കേരളത്തിൽ നമുക്ക് ഈ കാര്യത്തിൽ ഏറ്റവും വിദഗ്ധമായ അഭിപ്രായം ലഭിക്കാൻ കഴിയുന്നത് സർക്കാരിൻ്റെ ഏജൻസിയായ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാതൃകാപരമായ ആ സ്ലോട്ടർ ഹൗസ് ഉണ്ടാക്കുകയും അവിടെ നിന്ന് മീറ്റ് പ്രോഡക്ട്സ് നമ്മുടെ രാജ്യത്ത് ഉടനീളം അവർ വിൽക്കുകയും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നഗരസഭയും മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയോട് ഇത് ഇവിടെ വന്ന് ഈ സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തി ഇതിനാവശ്യമായ ഒരു DPR തയ്യാറാക്കി തരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ എൻജിനീയറിംഗ് വിങ് ഇവിടെ ടെക്നിക്കൽ വിങ് ഇന്ന് ഇവിടെ ഈ ഒരു നമ്മുടെ ഈ സ്പോട്ട് വന്ന് പരിശോധിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ അവർ നടത്തിക്കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായത്തിൽ നമ്മുടെ ഇപ്പോൾ ഇവിടെയുള്ള ഒരുപാട് മിഷനറി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അത് അവർ വന്ന് അടുത്ത ദിവസങ്ങളിൽ വന്ന് ഓരോ മെഷീനും അവർ പ്രവർത്തിപ്പിച്ച് നോക്കി അത് നമുക്ക് എടുക്കാൻ കഴിയുന്നത് നമുക്ക് എടുക്കുകയും റീപ്ലേസ് ചെയ്യേണ്ടത് റീപ്ലേസ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ ഈ യൂണിറ്റ് ഒന്ന് റിനോവേറ്റ് ചെയ്ത് ഒരു ആധുനിക ഒരു അറവുശാല അല്ലെങ്കിൽ സ്ലോട്ടർ ഹൗസ് എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു നിലവാരത്തിലേക്ക് അത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഈ രംഗത്തെ സർക്കാർ ഏജൻസിയായ മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യയുടെ കൂത്താട്ടുകുളം യൂണിറ്റിലെ സാങ്കേതിക വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത്. വരുന്ന ദിവസങ്ങളിൽ അറവുശാലയിലെ ഓരോ യന്ത്രഭാഗങ്ങളും പരിശോധിച്ച് ഉപയോഗപ്രദമായവ ഉൾപ്പെടുത്തിയും ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയും നവീകരണത്തിനായുള്ള DPR തയ്യാറാക്കി നഗരസഭയ്ക്ക് നൽകുകയാണ് സന്ദർശന ലക്ഷ്യം. മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ കൂത്താട്ടുകുളം യൂണിറ്റിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അച്യുത് NV, പ്രൊജക്ട് കോർഡിനേറ്റർ സുനിൽ NV എന്നിവരുടെ സംഘത്തോടൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, വൈസ് ചെയർമാൻ KJ ബെന്നി, കൗൺസിലർമാരായ സോണിയ JB, സെക്രട്ടറി മണികണ്ഠൻ, ക്ലീൻ സിറ്റി മാനേജർസ് ജിൻ സിറിയക്ക്, ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക്, കട്ടപ്പന. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ജംഗ്ഷൻ, നെടുങ്കണ്ടം.